പാരീസിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വിമാനത്തിനുള്ളിലിരുന്ന് ജാലകത്തിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയാണ് ഞാനിപ്പോൾ. സന്ധ്യമയങ്ങുന്ന നേരമാണ്. ഖത്തറിലെ ദോഹ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. ഞങ്ങളുടെ വിമാനം പുറപ്പെടാൻ വൈകിയിരിക്കുകയാണ്. 5:45 പുറപ്പെടുമെന്നാണ് അവസാനമായി പറഞ്ഞിരുന്നത്. ഇപ്പോഴാകട്ടെ 6:30 കഴിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്ന ക്യൂബിക്കലിനകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഭക്ഷണ വൈവിധ്യത്തിന്റെ മെനു കാർഡ് കിട്ടി. ഭക്ഷണം മാത്രമല്ല, വിവിധ ഇനം മദ്യം, വൈനുകൾ, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ആഡംബരത്വമുള്ളതൊക്കെ ഇതിൽ ലഭ്യമാണ്. പക്ഷേ ഒരു ദിവസം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് ഞാനിരിക്കുന്നത്. അത്താഴം വിളമ്പുന്നത് ഈ മേശമേലാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരിക്കും. ന്യൂയോർക്ക് ടൈംസ് പത്രം വാങ്ങി അത് വായിച്ച് കുറേ സമയം ഞാൻ തള്ളി നീക്കി. വിമാനം പുറപ്പെടാൻ സമയമാകുന്നതേയുള്ളൂ. വൈകുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നതേയില്ല. ഇന്ന് ഉച്ചകഴിഞ്ഞ സമയം മുഴുവൻ ഞാൻ പാരീസിൽ ചെലവഴിക്കേണ്ടതായിരുന്നു. പാരീസിലേക്ക് രാവിലെ പുറപ്പെടേണ്ട വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. കൊച്ചിയിൽ നിന്നും ദോഹയിലേക്ക് വന്ന വിമാനം വൈകിയതിനാൽ പാരീസിലേക്കുള്ള ആ വിമാനം പിടിക്കാനായില്ല. അങ്ങനെ അടുത്ത വിമാനത്തിൽ കയറുകയായിരുന്നു. ക്യാബിൻ ക്രൂ വളരെ ഫ്രണ്ട്ലിയാണ്. ഭക്ഷണപാനീയങ്ങൾ മുതൽ എന്തും ആവശ്യപ്പെട്ടാൽ ഉടനെ എത്തിക്കാൻ സന്നദ്ധർ. 7 മണിയായപ്പോഴേക്കും വിമാനം പതിയെ നീങ്ങിത്തുടങ്ങി. പുറത്ത് ഇരുൾ പരന്നിട്ടില്ലെങ്കിലും ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഖത്തറിന്റെ അഭിമാനമായ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത്ര നേരം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പുറത്തുനിന്നിറങ്ങാമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. എന്റെ ധാരാളം സുഹൃത്തുക്കളുള്ള നാടാണ് ഖത്തർ. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി സുഹൃത്തുക്കളെ കാണാനും ഖത്തറിന്റെ കാഴ്ചകളിലേക്ക് പോകാനും കഴിയുമായിരുന്നു. ഇനി അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഉച്ചകഴിഞ്ഞ് 3:30 പുറപ്പെടുമെന്ന് പറഞ്ഞ വിമാനമാണിത്. അത് പിന്നെയും ഏറെ വൈകിയിരിക്കുന്നു. 2014 ഏപ്രിലിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ഒരു എയർപോർട്ടാണിത്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിലൊന്ന്. ലോകത്തെ മികച്ച വിമാന കമ്പനികളിലൊന്നാണ് ഖത്തർ എയർവേസ്. അവരുടെ പോലും നിയന്ത്രണത്തിലല്ല വിമാനം വൈകുന്ന കാര്യങ്ങൾ. സായം സന്ധ്യയിൽ റൺവേയിലെ വെളിച്ചവും അന്തരീക്ഷത്തിന്റെ നിറമാറ്റവുമെല്ലാം ചേർന്ന് പുറം കാഴ്ച ഒരു ഗംഭീര അനുഭവമാകുന്നു. അത് ആസ്വദിച്ചങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. മനസ്സിൽ ഒരു ദിവസം നഷ്ടപ്പെട്ടതിന്റെ വിഷമമുണ്ട്. മുന്നിലെ സ്ക്രീനിൽ വിമാനത്തിന്റെ കൃത്യമായ യാത്രാപഥം തെളിയുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. പാരീസ് ഇനിയും ഏതാണ്ട് 7 മണിക്കൂർ യാത്രയുടെ അകലെയാണ്. കൊച്ചിയിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്കുള്ളതിന്റെ പാതി ദൂരം ഇനിയും ഞാൻ പിന്നിട്ടിട്ടില്ല. 3/2 ദൂരം കൂടി ഇനിയും പറക്കാനിരിക്കുന്നു. ബഹ്റിൻ പിന്നിട്ട് സൗദി അറേബ്യയുടെ കിഴക്കൻ ഭാഗത്തുകൂടി പറന്നു നീങ്ങി കുവൈറ്റ് സിറ്റിയുടെ കിഴക്ക് ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പറക്കുന്നതെന്ന് മാപ്പിൽ നിന്ന് വ്യക്തമാകും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇറാഖിന്റെ മണ്ണിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തെ കാഴ്ചകൾ ഇപ്പോൾ എനിക്ക് കാണാനാവില്ല. നല്ല ഇരുട്ടാണ്. മാപ്പിൽ കാണുന്നത് പകൽ സമയത്തെ ദൃശ്യമാണ്. അപ്പോഴേക്കും അത്താഴം വിളമ്പട്ടെയെന്ന് ക്രൂ വന്ന് ചോദിച്ചു. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. മേശ വിരിച്ചൊരുക്കി മെഴുകുതിരി എത്തിക്കഴിഞ്ഞു. ഭക്ഷണം വിളമ്പിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഡിന്നർ എത്തി. വളരെ ഗംഭീരമായ 5 സ്റ്റാർ ഡിന്നറാണ്. ഞാൻ പക്ഷേ ലളിതമായ ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന തീരുമാനത്തിലാണ്. ഭക്ഷണത്തോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ സെലക്റ്റീവായ ചില സീ ഫുഡ് വിഭവങ്ങളും മറ്റുമാണ് തെരഞ്ഞെടുത്തത്. അതും ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിമാനം ഇറാഖിന് മുകളിലൂടെ നീങ്ങുന്നതായി കാണാം. സിനിമ കാണുന്നതിലും എനിക്കിഷ്ടം വിമാനം പറക്കുന്നതിന് താഴെയുള്ള ഭൂമിയുടെ വിശദാംശങ്ങൾ കാണുന്നതാണ്. മാപ്പ് കണ്ടുകൊണ്ടിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇറാഖിൽ നമുക്ക് സുപരിചിതമായ പേരുകളായ കിർക്കുക്ക്, മൊസൂൾ, അർബിൽ തുടങ്ങിയ നഗരങ്ങൾക്ക് മുകളിലൂടെയാണ് പറക്കുന്നതെന്ന അറിയിപ്പ് വരുന്നുണ്ട്.
ക്യാബിൻ ക്രൂ യാത്രികരുടെ ഏതാവശ്യവും നിവർത്തിക്കാനായി നടക്കുന്നു. ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടാൻ ചെന്നു. ഇതിനകത്തും മലയാളികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതൊരു മലയാളിയാണ്, ടിൻഡ. കട്ടപ്പനക്കാരിയാണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ നിന്നുമൊക്കെയുള്ള ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയുള്ള വിമാനങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവർ ഇന്ന് പാരീസിലേക്ക് പറന്ന് ഒരു ദിവസം അവിടെ താമസിച്ച് അടുത്ത ദിവസം തിരിച്ചു വരും. അടുത്ത യാത്ര ചിലപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിലേക്കാവാം, ആഫ്രിക്കയിലേക്കാവാം. ലോകത്തിലെ ഒരുവിധം പ്രമുഖ പട്ടണങ്ങളിലേക്കെല്ലാം ഇതിനകം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നാണ് ടിൻഡ എന്നോട് പറഞ്ഞത്. മലയാളി പെൺകുട്ടികൾ ലോകത്തെ ഓരോ പ്രമുഖ പട്ടണങ്ങളിലേക്കും ദിവസവും പറക്കുന്നവരായി മാറിയിരിക്കുന്നു. ലോകം എത്രയെത്ര അവസരങ്ങളാണ് ഇങ്ങനെയുള്ളവർക്കായി കാത്തുവച്ചിരിക്കുന്നത്. ടിൻഡ മുൻപ് സ്പൈസ് ജെറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. 2 വർഷമായി ഖത്തർ എയർവേസിൽ ചേർന്നിട്ട്. ഖത്തർ എയർവേസിന്റെ ബിസിനസ് ക്ലാസ്സിലെ ക്യാബിൻ ക്രൂ ആവുക എന്നത് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അവസരമാണ്. ടിൻഡയും സഞ്ചാരത്തിന്റെയും സഫാരിയുടെയും സ്ഥിരം പ്രേക്ഷകയാണ്. അതിന്റെ പ്രത്യേക പരിഗണന എനിക്ക് തരുന്നുമുണ്ടായിരുന്നു. മിക്ക വിമാനങ്ങളിലും ക്യാബിൻ ക്രൂ ആയും യാത്രക്കാരായുമൊക്കെ സഞ്ചാരത്തിന്റെ പ്രേക്ഷകരെ കണ്ടുമുട്ടുന്നത് നല്ലൊരു അനുഭവമാണ്. ഞാൻ ഗാലിയിൽ നിന്നും തിരികെ എൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. ക്യൂബിക്കിളുകളിൽ യാത്രക്കാർ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയുമെല്ലാമാണ്. ഞാനും എൻ്റെ ക്യൂബിക്കിളിൽ കിടന്ന് ഒന്ന് മയങ്ങി. ഉണർന്നപ്പോഴേക്കും വിമാനം പാരീസിനോടടുക്കുകയാണെന്ന് മാപ്പിൽ കണ്ടു. കിഴക്കൻ യൂറോപ്പിന് മുകളിലൂടെ ദീർഘനേരം പറന്ന് മധ്യ യൂറോപ്പും പിന്നിട്ട് ഇപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ മുകളിലെത്തിയിരിക്കുന്നു. പ്രാഗിനും ലക്സംബർഗിനുമെല്ലാം മുകളിലൂടെയാണ് പറന്നത്. ജർമ്മനി പിന്നിട്ടാണ് ലക്സംബർഗിന് മുകളിലെത്തിയിരിക്കുന്നത്. ഇനി അധികം താമസിയാതെ പാരീസിലേക്കെത്തും. യൂറോപ്പിലെ പേരുകേട്ട സ്ഥലങ്ങളെല്ലാം മാപ്പിൽ കാണാം. ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാ പ്രകാശത്തിന്റെ നഗരം താഴെ കാണുന്നു, പാരീസ്. ഒരു ഭാഗത്ത് ഒരു പ്രകാശഗോപുരം പോലെ പ്രശസ്തമായ ഈഫൽ ടവർ ഉയർന്നു നിൽക്കുന്നു. പാരീസിന്റെ ചിഹ്നമായ ഈഫൽ ടവർ. താഴെ ഉറക്കമില്ലാത്ത നഗരമായി എനിക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പാരീസ്. നേരം 11:45 ഈഫൽ ടവറിൽ നിന്നുള്ള ഒരു ലൈറ്റ് ബീം ഇടയ്ക്കിടെ നഗരത്തിന് മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രകാശത്തിന്റെ നഗരമാണ് പാരീസ്. ഈ നഗരം ഉറങ്ങിയിട്ടില്ല എന്നത് എനിക്ക് വലിയ ആശ്വാസം പകരുകയാണ്. വിമാനം പാരീസിലെ ചാൾസ് ഡിഗോൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ ആദ്യം തന്നെ പുറത്തേക്ക് നടക്കുകയാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും എയർപോർട്ടുകളിൽ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ടാകാറുണ്ട്. വിസയെല്ലാം ഉണ്ടെങ്കിൽ കൂടി അവർ നമ്മെ ഒന്ന് കുഴക്കിയേക്കും. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്ത വിമാനത്തിൽ തന്നെ നമ്മളെ തിരികെ കയറ്റിവിടുകയും ചെയ്തേക്കാം. ഞാൻ ചാൾസ് ഡിഗോൾ ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെ ഇമിഗ്രേഷൻ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അർദ്ധരാത്രിയാണ്. ഇപ്പോൾ നേരം 12 മണി. പല കടമ്പകൾ കടന്നുവേണം പുറത്തേക്ക് നടക്കാൻ. എയർപോർട്ടിലെ ഒരു ടെർമിനലിൽ നിന്നും മറ്റൊരു ടെർമിനലിലേക്ക് പോകുന്നത് റൺവേയുടെ അടിയിലൂടെയാണ്. വിമാനത്തിൽ വന്നിറങ്ങിയ ടെർമിനലിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാനുള്ള വഴികൾ. ട്രാവലേറ്റർ എന്ന് പറയുന്ന കൺവെയർ ബെൽറ്റിൽ കയറി നിന്നാൽ മതി. അതിലൂടെ താഴേക്ക് പോകുകയാണിപ്പോൾ. ഇങ്ങനെ കുറച്ചു ചെന്നു കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയാണ് റൺവേ കടന്നു പോവുക. പല റൺവേകളുണ്ട് ഇത്തരം എയർപോർട്ടുകൾക്ക്. അതിൽ ഒരു റൺവേയെയാണ് ഭൂമിക്കടിയിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. ചാൾസ് ഡിഗോൾ പോലുള്ള എയർപോർട്ടുകളിൽ അർദ്ധരാത്രി കഴിയുന്ന നേരത്ത് വന്നിറങ്ങുമ്പോൾ കാണുന്ന ഒരു കാര്യം തിരക്ക് വളരെ കുറവാണെന്നതാണ്. ദോഹയിലും ദുബായിലുമെല്ലാമുള്ള എയർപോർട്ടുകളിൽ രാത്രിയിലാണ് ഏറ്റവും അധികം തിരക്ക് കാണാറുള്ളത്. പകൽ സമയത്ത് അത്ര തിരക്കുണ്ടാവില്ല. എന്നാൽ യൂറോപ്പിൽ അങ്ങനെയല്ല. ആംസ്റ്റർഡാമിലും പാരീസിലുമൊക്കെ അർദ്ധരാത്രി കഴിഞ്ഞ് അധികം വിമാന സർവീസ് ഉണ്ടാവില്ല.
രാത്രി 10 മണി കഴിഞ്ഞാൽ യാത്രക്കാരായി അവിടെ അധികമാരും ഉണ്ടാവില്ല. പല ഭാഗങ്ങളും അടയ്ക്കും. കാത്തിരിപ്പ് സ്ഥലത്ത് നാമമാത്രമായേ ആളുകളുണ്ടാവൂ. അങ്ങനെ നമ്മൾ പാരീസിലെ ചാൾസ് ഡി ഗോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ദീർഘമായ ഏതാണ്ട് 1.5 ദിവസത്തെ യാത്ര. എയർപോർട്ടുകളിൽ ഇരുന്നും ഉറങ്ങിയും വിഷമിച്ചും ഇവിടെ എത്തിയിരിക്കുന്നു. ഇനി പുറത്തിറങ്ങണം. ഇപ്പോൾ പാതിരാത്രി 12 മണി. ഇനി ബോർഡർ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എമിഗ്രേഷൻ കഴിഞ്ഞു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പാസ്പോർട്ട് ഒന്ന് നോക്കി വിസയുണ്ടെന്ന് ഉറപ്പുവരുത്തി ഒരു സീലടിച്ച് കയ്യിലേക്ക് തന്നു. കൂടുതൽ ആളുകൾ വരുന്നതിന് മുൻപ് പെട്ടെന്ന് വിടുന്നതിനു വേണ്ടിയാവാം. ചിലപ്പോൾ ഇങ്ങനെയാണ്. വളരെ പെട്ടെന്ന് കാര്യം നടക്കും. ഞാൻ യൂറോപ്പിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുന്നു, ഫ്രാൻസിന്റെ മണ്ണിലേക്ക്. ഇനി എനിക്ക് ഒരു 3 മാസം വരെ വേണമെങ്കിൽ ഇവിടെ കഴിയാം. അടുത്തതായി ഒരു ടാക്സി പിടിക്കണം. ടാക്സി കിട്ടുന്നിടത്തേക്കുള്ള വഴിയാണ് നിലത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കി നടന്നാൽ മതി. പക്ഷേ ഇവിടുത്തെ വിജനതയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാനാണ് ആദ്യം കടന്നു ചെല്ലുന്ന യാത്രക്കാരൻ. ടാക്സിക്കുള്ള വഴിയടയാളങ്ങൾ പിന്തുടർന്നു നടന്നു. ഇത് നല്ലൊരു സൗകര്യമാണ്. പക്ഷേ എനിക്ക് തന്നെ സംശയമായി, ഇതുതന്നെയാണോ വഴിയെന്ന്. ഗേറ്റുകൾ കടന്ന് എയർപോർട്ടിന്റെ പുറത്തേക്കിറങ്ങി. ചെറിയ തണുപ്പുണ്ട്. സമ്മറാണെങ്കിലും രാത്രിയാവുമ്പോൾ ഇവിടെ ചെറിയ തണുപ്പ് വീഴും. എങ്ങുമില്ല ഒരാൾ പോലും. ടാക്സിക്ക് വേണ്ടി ഇവിടെ ഒരു ചില്ലുകൂട്ടിലൂടെ കയറണമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. പകൽ നേരത്തുള്ള തിരക്കിന്റെ സൂചനയാവാം ഇത്. ഞാനാണ് ആദ്യത്തെ പാസഞ്ചർ. എന്റെ പിന്നാലെ ഏതാനും പേർ വരുന്നുണ്ട്. കുറച്ച് ടാക്സികൾ ഇവിടെ നിരന്നു കിടപ്പുണ്ട്. 6-7 ടാക്സികളേയുള്ളൂ. അതിൽ അങ്ങേയറ്റത്തുള്ള ടാക്സിയിലേക്ക് എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങേയറ്റത്തെ ടാക്സിയിൽ ചെന്ന് കയറി. ഡ്രൈവർക്ക് മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ് പറഞ്ഞുകൊടുത്തു. സയ്യിദ് എന്നാണ് ഇയാളുടെ പേര്. സിറിയൻ വംശജനാണ് സയ്യിദ്. കാറിൽ കൂലിയായി 55 യൂറോ സയ്യിദ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. 55 യൂറോ മിനിമം ചാർജാണോ എന്ന് ഞാൻ സംശയിച്ചു. ഹോട്ടലിന്റെ പേരും അഡ്രസ്സുമാണ് സയ്യിദ് ഗൂഗിളിന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഗൂഗിളിന് അതൊന്നും മനസ്സിലാവുന്നില്ല. സയ്യിദിനെ പോലെ കുറേയേറെ ആളുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ പാരീസിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട്. വലിയൊരു മുസ്ലിം സമൂഹം ഇപ്പോൾ പാരീസിൽ വസിക്കുന്നുണ്ട്. അവരും നാട്ടുകാരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുമുണ്ട്. എങ്കിലും യൂറോപ്പിലെ തന്നെ ഏറ്റവും അധികം മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. മധ്യപൂർവ്വ ഏഷ്യയിലെ പ്രശ്നങ്ങളെ തുടർന്ന് അഭയാർത്ഥികളായി ധാരാളം ആളുകൾ യൂറോപ്പിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഫ്രാൻസിലും ജർമ്മനിയിലും മറ്റു ചില രാജ്യങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്നു. ഈ അഭയാർത്ഥി പ്രവാഹം ഇന്ന് ഈ രാജ്യങ്ങളിൽ വലിയൊരു പ്രശ്നമായി മാറിയിട്ടുമുണ്ട്. വന്നു ചേർന്നവർ ഈ രാജ്യങ്ങളിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി അധികം താമസിയാതെ തന്നെ മാറും. യൂറോപ്പിൽ ഏറ്റവും അധികം അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. 2017 1.5 ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഇവിടേക്കെത്തിയത്. പണ്ടുകാലം മുതൽ തന്നെ അറബി നാടുകളിൽ നിന്നും ധാരാളം ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരുന്ന ഒരു നഗരമാണ് പാരീസ്. തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെയുള്ള കുറേയേറെ പേർ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടേക്ക് കുടിയേറിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നും രാത്രിയിൽ ഏതാണ്ട് 30 മിനിറ്റിന്റെ കാർ യാത്രയേയുള്ളൂ ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ നിൽക്കുന്ന തെരുവിലേക്ക്. രാത്രിയിൽ ട്രാഫിക് കുറവായതുകൊണ്ടാണത്. ഗതാഗത കുരുക്കുകളൊന്നുമില്ല. എനിക്കിനി സിറ്റി സെന്ററിലേക്ക് എത്തണം. ഞാൻ ടാക്സിക്കാർക്ക് നൽകാനും മറ്റുമുള്ള കുറേ യൂറോ കൊച്ചി എയർപോർട്ടിൽ നിന്ന് തന്നെ മാറിയെടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സവിശേഷമായൊരു യൂറോപ്യൻ നഗരമാണ് പാരീസ്. ഫാഷന്റെ ലോക തലസ്ഥാനം, വലിയ ചരിത്ര പ്രാധാന്യമുള്ള നഗരം. ഡയാന രാജകുമാരി മരിച്ചത് ഈ നഗരത്തിലെ ഒരു അണ്ടർപാസിലുണ്ടായ കാർ അപകടത്തിലാണെന്ന് ഞാൻ ഓർത്തു. നെപ്പോളിയന്റെ നഗരമാണിത്. ഫ്രഞ്ച് വിപ്ലവം അരങ്ങേറിയ നഗരം. ഞാൻ പാരീസിൽ ഇതിനു മുൻപ് 2 തവണ വന്നിട്ടുണ്ട്. അതിൽ ഒരു തവണ ടൂർ കമ്പനിയുടെ കൂടെ ഒരു പാക്കേജ് ടൂറിന്റെ ഭാഗമായിട്ടായിരുന്നു എത്തിയത്. അതായിരുന്നു ആദ്യത്തെ വരവ്. പിന്നീട് തനിച്ചുള്ള യാത്രയായിരുന്നു. അന്ന് 2-3 ദിവസം ഞാൻ പാരീസിൽ താമസിക്കുകയും ചെയ്തിരുന്നു. ചാംസ് എലീസി എന്ന രാജപാതയുടെ സമീപത്താണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. ഡൽഹിയിലെ രാജ്പഥ് പോലെ പാരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ചാംസ് എലീസി. അതിന്റെ ഓരത്ത് ഒരു ഹോട്ടൽ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. ചാംസ് എലീസിയിലേക്ക് വന്നു ചേരുന്ന ഒരു പാതയുടെ സമീപമാണ് ഹോട്ടൽ. ഡ്രൈവർക്ക് ആ വഴി മനസ്സിലായോ എന്ന് എനിക്ക് സംശയമായി. പലതവണ ഞാൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞിട്ടും അത് പിടികിട്ടാത്ത മട്ടിലാണ് സയ്യിദ് കാർ വിടുന്നത്. കൊളീസി എന്നാണ് ഹോട്ടലിന്റെ പേര്. നേരം 12:30 കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്തും വഴിയിലൊക്കെ ആളുണ്ട്. പാതയോരത്തെ റെസ്റ്റോറന്റുകളിലും ആളുകളുണ്ട്. എനിക്ക് ആശ്വാസമായി. പാരീസിന്റെ രാത്രി ജീവിതം കുറച്ചെങ്കിലും ഇന്ന് തന്നെ പകർത്താൻ കഴിയുമല്ലോ എന്നുള്ള സന്തോഷവും. ചാംസ് എലീസിയുടെ പരിസരത്തുള്ള ഒരു സ്ട്രീറ്റിൽ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. ഇനി മുന്നോട്ട് കാർ പോകില്ലെന്ന് സയ്യിദ് പറഞ്ഞു. വണ്ടി ഒരിടത്തിട്ട് അയാൾ കൂടെ വന്നു. വഴിയിൽ പണികൾ നടക്കുകയാണ്. അതിനാൽ അവിടേക്ക് കാർ വിടില്ല. ഒരിടത്തു നിന്നും സയ്യിദ് എനിക്ക് ഹോട്ടൽ ചൂണ്ടിക്കാണിച്ചു തന്നു. ഈ പാതയിലൂടെ നേരെ നടന്നാൽ മതിയെന്ന് പറയുകയും ചെയ്തു. ആ വഴിയുടെ ഓരം പറ്റി നടന്നു. അവിടെ ഒരു ബോർഡ് കാണാം. നേരെ മുന്നിൽ അങ്ങകലെ ഹോട്ടൽ കൊളീസി എന്നുള്ള ബോർഡ്. അതുതന്നെയാണ് ഹോട്ടൽ. ഏതായാലും ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇതല്ല പ്രശസ്തമായ ചാംസ് എലീസി. ഇവിടെ നിന്നും 100 മീറ്റർ നടന്നാൽ ആ രാജപാതയിലേക്കെത്താം. ഞാൻ ഹോട്ടലിനകത്തേക്ക് കയറി ചെന്നു. ലോബിയിലൊന്നും ആരുമില്ല. റിസപ്ഷനിലേക്ക് ചെന്നു. അവിടെയും ആരെയും കണ്ടില്ല. ഒന്ന് മുട്ടി വിളിച്ചപ്പോൾ ഒരാൾ വന്നു. ക്യാമറ വിരോധിയായിരുന്നു ആൾ. ചെക്ക് ഇൻ നടപടിക്രമങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി. 4-ാം നിലയിലുള്ള മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. 42-ാം നമ്പർ മുറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു കെട്ടിടമാണ്. അതിനകത്ത് ചെറിയ മുറികൾ. ചാംസ് എലീസി എന്ന ഏറ്റവും പ്രമുഖമായ രാജപാതയുടെ സമീപത്ത് ഒരു ഹോട്ടലിൽ മുറി കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. ഈ പരിസരത്തൊക്കെ ഹോട്ടൽ മുറികൾക്ക് വലിയ നിരക്കാണെന്നത് തന്നെ കാരണം. എനിക്കിവിടുത്തെ മുറി കിട്ടിയിരിക്കുന്നത് തന്നെ 15,000 രൂപയ്ക്കാണ്. മുറിയിൽ കട്ടിൽ കഴിഞ്ഞാൽ അതിനു ചുറ്റും കഷ്ടിച്ചു നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു ഭാഗത്ത് നല്ല ടോയ്ലറ്റുമുണ്ട്. പാരീസിൽ ഒരു രാത്രിക്ക് 15,000 രൂപയ്ക്ക് മുറി കിട്ടുക എന്നത് ഏറ്റവും മികച്ച നിരക്കാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മുറി. പാരീസിലെ ചാംസ് എലീസി പോലുള്ള തെരുവോരത്തെ ഹോട്ടലുകളിൽ ഒരു മുറിക്ക് 25,000 രൂപയിൽ കുറഞ്ഞ നിരക്കുണ്ടാവാറില്ല. കോഫി മേക്കറൊക്കെയുണ്ട്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് പവർ പോയിന്റുകൾ ധാരാളം ഉണ്ടെന്നതാണ്. ക്യാമറയുടെ ബാറ്ററികൾ ചാർജ് ചെയ്യാം. പലത് ഒരുമിച്ച് ചാർജ് ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഉറങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാരീസിന്റെ രാത്രി കാഴ്ചയൊന്ന് കാണണം. ചാംസ് എലീസി ചിത്രീകരിക്കണം. അവിടുത്തെ രാത്രിയെ കാണണം. പണി നടക്കുന്ന വഴിയിലൂടെ നടന്നു. നേരെ മുൻപിൽ വാഹനങ്ങൾ നീങ്ങുന്നയിടമാണ് ചാംസ് എലീസി എന്ന രാജപാത. അവിടെ ജനമുണ്ട്. ഞാൻ അവിടേക്ക് ചെന്നു. ഇതാണ് ചാംസ് എലീസി. അത് ക്രോസ് ചെയ്യാനുള്ള സംവിധാനമാണ് ഇവിടെ കാണുന്നത്. എസ്കലേറ്റർ വഴി ഇറങ്ങിയാൽ അണ്ടർപാസിലൂടെ റോഡ് ക്രോസ് ചെയ്യാം.
വാഹനങ്ങൾ നീങ്ങുന്ന രാജപാതയേക്കാൾ വിസ്തൃതിയുണ്ട് അതിന്റെ ഇരുഭാഗത്തുമുള്ള നടപ്പാതയ്ക്ക്. ഡിസ്നി സ്റ്റോർ എന്ന കടയാണിത്. കളിപ്പാട്ടങ്ങളും മറ്റും വിൽക്കുന്ന കട. ഷാംസ് എലീസിയുടെ ഓരങ്ങളിലെ കടകൾ എന്നത് മൾട്ടി മില്യണർമാരുടെ കടകളായിരിക്കും. നൈറ്റ് ലൈഫിന്റെ യഥാർത്ഥ ചിത്രം കാണണമെങ്കിൽ പാരീസിലേക്ക് വരണം. ശനിയാഴ്ചയുടെ രാത്രിയാണിത്. വൈകുന്നേരം ഇവിടെ എത്തിയിരുന്നെങ്കിൽ കാണുന്ന ജീവിതം വളരെ അത്ഭുതകരമായിരുന്നേനെ. നേരത്തെ തീരുമാനിച്ച പ്രകാരം ഇന്ന് ഉച്ചകഴിഞ്ഞ നേരത്ത് ഞാനിവിടെ എത്തിയിരുന്നെങ്കിൽ മറ്റൊരു പാരീസിനെയായിരിക്കും കണ്ടിരിക്കുക. രാത്രി 1:30 കഴിഞ്ഞ നേരത്തും വഴിയോര റെസ്റ്റോറന്റുകളിൽ ആളുകൾ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നും. നമ്മുടെ നഗരങ്ങളിലൊക്കെ ഈ നേരത്ത് വിജനതയായിരിക്കും. റെസ്റ്റോറന്റുകളിൽ കുശലം പറഞ്ഞ് വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ആളുകൾ. അവരെ കണ്ടുകൊണ്ട് ഞാൻ ഷാംസ് എലീസിയിലൂടെ സഞ്ചാരം തുടർന്നു.